Hi all, welcome to Easy Igno. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് BSOC 111 എന്ന പേപ്പറാണ്. അതിൻ്റെ ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് വരുന്നത്. ഓൾറെഡി ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സോ അത് കണ്ടു നോക്കുക. നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്ത് നിർത്തിയത് കാൾ മാർക്സിൻ്റെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസിനെ കുറിച്ചാണ്. സോ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്ച്വൽ ഇൻഫ്ലുവൻസസ്. ഓൾറെഡി ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ നമ്മൾ എന്താണ് കാൾ മാർക്സിൻ്റെ ബയോഗ്രഫിയെക്കുറിച്ചും മറ്റ് അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്കെച്ചുകളും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എങ്ങനെയാണ് ഒരു ഫിലോസഫർ എന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ഒരു സോഷ്യോളജിസ്റ്റ് എന്ന നിലയിലേക്ക് ഒരു ലോ പഠിക്കാൻ പോയ കാൾ മാർക്സ് എത്തിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് കാൾ മാർക്സിനെ ഒരു റെവല്യൂഷണറി ആക്കി മാറ്റി ഇന്റലക്ച്വൽ ഇൻഫ്ലുവൻസസ് ആരൊക്കെയാണ് എന്നുള്ളതാണ്. സോ പ്രധാനമായും കാൾ മാർക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള രണ്ട് ആൾക്കാരാണ്, ഒന്ന് ഹെഗലും ഒന്ന് ഫ്യൂർബാക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഓൾറെഡി സംസാരിച്ചിരുന്നു എങ്ങനെയാണ് ഹെഗലിൻ്റെ ഇൻഫ്ലുവൻസ് എന്നുള്ളത്. യങ് ഹെഗലിയൻസിനെ കുറിച്ചും ഓൾഡ് ഹെഗലിയൻസിനെ കുറിച്ചും ഒക്കെ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആദ്യം എന്താണ് ഹെഗലിയൻ ഫിലോസഫിയോട് താല്പര്യം ഉണ്ടായിരുന്ന മാർക്സ് പിന്നീട് എന്താണ് അതിൽ നിന്നും ഒരു ക്രിട്ടിക് എന്ന നിലയിലേക്ക് മാറുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ പല ആശയങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും അതിനെ എല്ലാത്തിനെയും ഒന്ന് വിമർശിച്ച് കാൾ മാർക്സിൻ്റെതായ നിലയിൽ ഒന്ന് മാറ്റി എന്താണ് വേറൊരു രീതിയിൽ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്താണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. സോ എങ്ങനെയാണ് ഹെഗൽ അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. സോ ഹെഗലിയൻ ഫിലോസഫിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹം ഒരു ഐഡിയലിസ്റ്റ് ആയിരുന്നു, അല്ലേ? എന്താണ് നമ്മൾ ഐഡിയലിസ്റ്റെ കുറിച്ച് ഇനി വരുന്ന യൂണിറ്റുകളിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്നാലും ഐഡിയലിസം എന്ന് പറയുമ്പം ആശയങ്ങൾക്ക് കൂടുതലായും പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അതായത് ഹ്യൂമൻ മൈൻഡിനാണ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് ആണ് അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ ഹെഗലിയൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഐഡിയലിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ പൊതുവെ അങ്ങനെയുള്ള ആൾക്കാരാണ്. അവർക്ക് കൂടുതൽ പ്രാധാന്യം ആശയങ്ങൾക്കാണ്. അതായത് സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് പോലും മനുഷ്യൻ്റെ ആശയങ്ങളിൽ നിന്നുമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ് ഹെഗലിൻ്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഹെഗൽ അത്തരം ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളത് നമ്മുടെ സോക്രട്ടീസിൽ നിന്നും പ്ലേറ്റോയിൽ നിന്നും ഒക്കെയാണ്. സോ അത് നമുക്ക് വേറെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം എന്താണെന്നുള്ളത്. ഇപ്പോൾ ഇതെങ്ങനെയാണ് കാൾ മാർക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ ഐഡിയലിസത്തിൽ എന്താണ് ആശയങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തതെങ്കിൽ കാൾ മാർക്സ് അതിനെ ജസ്റ്റ് ഒന്ന് ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് മെറ്റീരിയലിസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കാൾ മാർക്സ്. അപ്പം എന്താണ് ഒബ്ജക്റ്റുകൾക്കാണ് ആശയങ്ങളെക്കാൾ കൂടുതലായും പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് സമൂഹത്തിൽ പലതരത്തിലുള്ള വസ്തുക്കൾ അതിന് അദ്ദേഹം പ്രോമിനൻസ് കൊടുക്കുന്നത് എക്കണോമിക് പ്രൊഡക്റ്റുകൾക്കാണ്, അല്ലെ? നമ്മളുടെ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് അതിനെക്കുറിച്ചാണ് അദ്ദേഹം കൂടുതലായിട്ടും മെൻഷൻ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊരു എക്കണോമിയുടെയും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്ന എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആണ്, അല്ലേ? അപ്പോൾ ആ ഒരു ഡെവലപ്മെൻറ്റിൽ നിന്നുകൊണ്ട് ആണ് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്നുണ്ടെങ്കിൽ മനസ്സിൽ ആശയം മാത്രം ഇരുന്നതുകൊണ്ട് മാത്രം ഒരിക്കലും നമുക്കൊരു പ്രോഗ്രസ് അറ്റൈൻ ചെയ്യാനായിട്ട് കഴിയില്ല. അതിന് പകരം എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ കയ്യിൽ അതിനുള്ള മെറ്റീരിയൽസ് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു കോമൺ ഇൻസ്റ്റൻസിൽ നിന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാം. പണ്ട് എന്താണ് ഈ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഈവൻ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. എന്തുകൊണ്ട് ഇന്ന് ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു? ടെക്നോളജി മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിൻ്റെ ആക്സസ്, അതുപോലെ തന്നെ എന്താണ് ഇന്റർനെറ്റിന്റെ അവൈലബിലിറ്റി, ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ് നമുക്ക് എന്താണ് ഓൺലൈൻ ക്ലാസ്സസ് എന്നൊരു നിലയിലേക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒരു ആശയം മാത്രം മനസ്സിലിരുന്നത് കൊണ്ട് അതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. ഒരുപക്ഷെ പണ്ടുള്ളവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നിരിക്കും ഇവർ നമ്മളിൽ പലരും പോലും വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. സോ അതൊരു ചിന്ത മാത്രമാണ്. ചിന്തിച്ചതുകൊണ്ട് മാത്രം അത് പ്രാവർത്തികമാവണമെന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത് റിയൽ ലൈഫിലേക്ക് വരണമെങ്കിൽ അവിടെ എന്ത് വേണം? മെറ്റീരിയൽസ് ഉണ്ടാവണം. സോ ഐഡിയലിസത്തിൽ നിന്നും മാറി കാൾ മാർക്സ് മെറ്റീരിയലിസത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. സോ അത് അവിടെ അദ്ദേഹം പ്രോമിനൻസ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഇതിനാണ്. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെ കാൾ മാർക്സിൻ്റെ ഹെഗലിയൻ ഇൻഫ്ലുവൻസിൽ ഐഡിയലിസത്തിൽ നിന്നും ഒരു ചെറിയ ഒരു വേരിയേഷൻ എന്ന നിലയിൽ മാർക്സ് ആ ഐഡിയലിസത്തെ ഉൾക്കൊണ്ട് അതിനെ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് മെറ്റീരിയലിസം കൊണ്ടുവന്നിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് ഇദ്ദേഹത്തിൻ്റെ തീസിസ്, സിന്തസിസ് ആൻഡ് ആൻറ്റിതീസിസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അതായത് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയും. സോ നിലവിൽ എന്താണ് ഒരു തീസിസ്? അപ്പോൾ ഹെഗലിയൻ ഫിലോസഫിയിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള ഒരു സാഹചര്യം അതിനെയാണ് അദ്ദേഹം തീസിസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ അതെന്ത് വേണമെങ്കിലും ആവാം. ഉദാഹരണത്തിന് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു ക്ലാസ് റിലേഷൻസ് എടുക്കാം, അല്ലെങ്കിൽ ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ പറയുന്നത് പണ്ട് കാലത്ത് ഇവിടെ നിന്നിരുന്ന കാര്യമാണ്. എന്നാൽ ഇപ്പോൾ അതിവിടെ എക്സിസ്റ്റഡ് ആണോ? അല്ല.
അപ്പോൾ ഇപ്പോൾ നിലവിലുള്ളത് എന്താണോ അതിനെയാണ് ഹെഗല് തീസിസ് എന്ന് വിളിച്ചത്. ആ തീസിസിൽ നിന്നും ആൻറ്റി തീസിസ്, അതായത് ആ തീസിസിന് വിരുദ്ധമായ ഒന്നിനെയാണ് നമ്മൾ ആൻറ്റി തീസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ആ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. പ്രൊട്ടസ്റ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? ഡിസ്ക്രിമിനേഷൻ പാടെ നമ്മുടെ നാട്ടിൽ നിന്നും മാറി, അല്ലെങ്കിൽ അതിനെ പ്രിവിലേജ്ഡ് ആയിട്ട് നിയമങ്ങളും മറ്റുമൊക്കെ നമ്മൾ കൊണ്ടുവരാനായിട്ട് തുടങ്ങി. സോ അത് തന്നെയാണ് ഇവിടെ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. തീസിസ് എന്ന് പറയുമ്പോൾ നിലവിലുള്ളതാണ്, അതിനെ കോൺട്രറി ആയിട്ട് അല്ലെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഒരു ആൻറ്റി തീസിസ് വരുന്നു, അതായത് അതിന് വിരുദ്ധമായിട്ട് ഒരു ആൻറ്റി തീസിസ് വരുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നു? ഒരു സിന്തസിസ് സംഭവിക്കുന്നു, ഒരു സൈക്ലിക് പ്രോസസ്സ്, അതായത് പുതിയൊരു ചേഞ്ച് ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ സോഷ്യൽ ചേഞ്ചസ് ഉണ്ടാവുന്നത് എന്നാണ് കാൾ മാർക്സ് പറയുന്നത്. അപ്പോൾ ഇത് ഹെഗലിൻ്റെ ഐഡിയയിൽ നിന്നുമാണ് ഈ തീസിസ്, ആൻറ്റി തീസിസ്, സിന്തസിസ് എന്ന കോൺസെപ്റ്റ്, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് അദ്ദേഹം പേര് കൊടുത്തത്. ഇദ്ദേഹം ഹെഗലാണെങ്കിൽ അതിനെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഐഡിയാസിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. എന്നാൽ നേരെ മറിച്ച് കാൾ മാർക്സിലേക്ക് വരുമ്പോൾ അദ്ദേഹം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടാണ് സംസാരിച്ചത്, ഒബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചിരിക്കുന്നത്. ഇതാണ് കാൾ മാർക്സിലുള്ള ഹെഗലിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് വരുന്ന ഒരാളാണ് ഫിയോബാക്ക് എന്ന് പറയുന്നത്. സോ ഫിയോബാക്കിൻ്റെ പല വർക്കുകളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പല തിയറീസും ഒക്കെ കാൾ മാർക്സിനെ ഒട്ടേറെ സ്വാധീനിച്ചിട്ടുണ്ട്. സോ അതിൽ അദ്ദേഹം റിലീജിയനുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. ഇവർ രണ്ടാൾക്കാരും, ഹെഗലും ഫിയോർബാക്കും, റിലീജിയനെ കുറിച്ച് കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡിയലിസ്റ്റുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ മൈൻഡ് കോൺഷ്യസ്നെസ്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. അവർ സ്പിരിച്വാലിറ്റിക്കും അത്ര തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഹെഗലിയൻ ഫിലോസഫി അനുസരിച്ച് റിലീജിയൻ എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നതിന് അവരൊരു സുപ്രീം ആയിട്ടുള്ള ഒരു പൊസിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ നേരെ മറിച്ച് ഫിയോബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞ എന്താണ്? ദൈവം എന്നൊന്നും നമുക്ക് മനുഷ്യൻ അറ്റൈൻ ചെയ്യാത്ത ക്വാളിറ്റീസ് ആണ് ദൈവത്തിന് ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാവുന്നത് ഒരു ഏലിനേഷൻ ആണ് എന്നാണ് പറയുന്നത്. അതായത് മനുഷ്യനും ദൈവവും തമ്മിലൊരു അന്തരവ്. കാര്യം ഒരിക്കലും മനുഷ്യൻ അറ്റൈൻ ചെയ്യാത്ത ക്വാളിറ്റീസ് ആണ് ദൈവത്തിന് മനുഷ്യർ തന്നെ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? അറ്റൈൻ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അവിടെ ഉണ്ടാകുന്ന ഒരു ഏലിനേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ആണ്. അപ്പോൾ അതാണ് ആ ഒരു റിലീജിയൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഹെഗലിൽ നിന്നും ഫിയോബാക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. സോ അതിന് ഇൻഫ്ലുവൻസ്ഡ് ആണ് നമ്മുടെ കാൾ മാർക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹവും ഇതിനെ നേരെ മറിച്ച് സൊസൈറ്റിയിൽ എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ റിലീജിയൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ ഹൈ കാസ്റ്റ് ഉണ്ട്, ലോ കാസ്റ്റ് ഉണ്ട്, അങ്ങനെ പല ഇതുണ്ട്. അപ്പം ഹൈ കാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? പൊതുവെ ദൈവങ്ങളോട് അടുത്ത് നിൽക്കുന്നവർ, അല്ലെ, പ്രീസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുന്നവരെല്ലാം ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് സൊസൈറ്റിയിൽ എന്താണ്? അതിൻ്റെതായിട്ടുള്ള ഒരു ഡിഗ്നിറ്റി ഉണ്ട്. എന്നാൽ നേരെ മറിച്ച് കുറച്ചും കൂടി താഴേക്ക് വരുമ്പോൾ വർക്കിംഗ് ക്ലാസ് പീപ്പിൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പൊതുവെ അതിനെ അറ്റൈൻ ചെയ്യാൻ കഴിയാത്തവരാണ്. അവിടെയാണ് ഏലിനേഷൻ ഉണ്ടാവുന്നത് എന്നാണ് കാൾ മാർക്സ് പറയുന്നത്. ഇനി ഇതാണ് അവരുടെ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. അതുപോലെ കാൾ മാർക്സ് പറയുന്നത് റിലീജിയൻ എന്ന് വെച്ചാൽ ഒരു മാസ്ക് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താണ്? ദൈവത്തിൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ട് നിൽക്കുന്നവരും അകന്ന് നിൽക്കുന്നവരും എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പോൾ റിലീജിയൻ എന്ന് പറയുന്നത് ഒരു മുഖംമൂടിയാണ്. അപ്പോൾ അത് ഒരു സെപ്പറേഷനാണ് സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വേറൊന്നുമില്ല ഈ ഒരു ടോപ്പിക്കിനകത്ത് പ്രധാനമായും പറയുന്നത് ഏതൊക്കെ ആശയങ്ങളാണ് കാൾ മാർക്സിനെ സ്വാധീനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു ഹെഗലിയൻ ഫിലോസഫിയും ഫിയോബാക്കിനെയും കുറിച്ചാണ് പറഞ്ഞത്. ഹെഗലും ഫിയോബാക്കും കാൾ മാർക്സിനെ ഒട്ടേറെ സ്വാധീനിച്ചിട്ടുണ്ട്. ഹെഗലിൻ്റെ ഡയലക്റ്റിക്സിനെ കുറിച്ചാണ് മാർക്സ് പറയുന്നത്. അതിൽ തീസിസ് ആൻറ്റി തീസിസ്, സിന്തസിസ് എന്ന കോൺസെപ്റ്റ് അദ്ദേഹം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഐഡിയലിസത്തിന് എഗെയിൻസ്റ്റ് ആയിരുന്നു കാൾ മാർക്സ് എന്ന് പറയുന്നത്. പിന്നെ ഫിയോബാക്കിലേക്ക് വരുമ്പോൾ റിലീജിയനെ കുറിച്ചുള്ള കൺസെപ്റ്റാണ് എടുത്തിട്ടുള്ളത്. റിലീജിയനെ കുറിച്ച് ഫിയോബാക്ക് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോസ് ഹു ലിവ് ഇൻ റിയൽ സിറ്റുവേഷൻ, റിയൽ ആയിട്ട് ജീവിക്കുന്നത് ആരാണോ അയാളാണ് റിയൽ മാൻ, അല്ലാതെ ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുന്ന ഒരാളല്ല. റിയൽ ലൈഫ് സിറ്റുവേഷൻസിനെ അഭിമുഖീകരിക്കുന്നവരാണ് യഥാർത്ഥ മനുഷ്യൻ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമ്മുടെ ഫിയോബാക്ക് പറഞ്ഞിട്ടുള്ളത്. ഈ ആശയത്തെ കാൾ മാർക്സും ഇൻഫ്ലുവൻസ്ഡ് ആണ്. അതിൽ നിന്നുമാണ് അദ്ദേഹം റിലീജിയൻ ഒരു മാസ്ക് പോലെയാണെന്നും എങ്ങനെയാണ് സോഷ്യൽ ക്ലാസ് അല്ലെങ്കിൽ റിലീജിയൻ സൊസൈറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ള പെർസെപ്ഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കാൾ മാർക്സിന്റെ പൊളിറ്റിക്കൽ എക്കണോമിക് പെർസ്പെക്റ്റീവ് ആണ്. പൊളിറ്റിക്കൽ എക്കണോമിക് പെർസ്പെക്റ്റീവ് എന്ന ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ഒട്ടേറെ തിയറിസ്റ്റുകളും എക്കണോമിസ്റ്റുകളും ഒക്കെ അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് എല്ലാം അറിയുന്ന പോലെ കാൾ മാർക്സ് അതുവരെ എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും പൊതുവെ ഒരു ക്രിട്ടിക് എന്ന നിലയിലാണ് നിലകൊള്ളുന്നത്. ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ക്രിട്ടിക്കൽ ഇവാലുവേഷൻസ് ആണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ എക്കണോമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോൺസെപ്റ്റിനകത്ത് പറയുന്നത് പൊളിറ്റിക്സും എക്കണോമിക്സും സെപ്പറേറ്റ് അല്ല, അവ രണ്ടും ഇൻസെപ്പറബിൾ അല്ല എന്നും ഒന്ന് മറ്റൊന്നിനെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് എന്നുമാണ് പൊതുവെ എല്ലാ
തിയറിസ്റ്റുകളും അല്ലെങ്കിൽ എക്കണോമിസ്റ്റുകളും പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതായത് ഒരു നാടിൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തിക വ്യവസ്ഥയും അവിടുത്തെ രാഷ്ട്രീയ വ്യവസ്ഥയും എന്ന് പറയുന്നത് പരസ്പരം മേർജ്ഡ് ആണ്. അതിനെ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് നമുക്ക് വേർതിരിച്ചെടുക്കാനായിട്ട് കഴിയും. അല്ലെങ്കിൽ അത് മറ്റൊന്ന് അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഒരു ചേർന്ന് കമ്പൈൻഡ് എഫേർട്ടാണ് സൊസൈറ്റിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്നാണ് പൊളിറ്റിക്കൽ എക്കണോമിക് പെർസ്പെക്റ്റീവിനകത്ത് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞപ്പോൾ എന്താണ്, കാൾ മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് ഈ പൊളിറ്റിക്സ് എക്കണോമിക് ഫാക്ടേഴ്സിനെ സ്വാധീനിക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹം പറയുന്നത് എങ്ങനെ ഇൻഇക്വാളിറ്റി എങ്ങനെയാണ് പൊളിറ്റിക്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റിനെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, ട്രേഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എക്കണോമിക് ആയിട്ടുള്ള ആസ്പെക്റ്റുകളെ പൊളിറ്റിക്സ് എങ്ങനെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് അത് അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റാണ് കാൾ മാർക്സ് അവിടെ ഒരു ചോദ്യം എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ എക്കണോമിക് പെർസ്പെക്റ്റീവിലൂടെ ചോദിക്കാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം എങ്ങനെയാണ് പൊളിറ്റിക്സും എക്കണോമിയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. നമുക്കൊരു ജസ്റ്റ് ഒരു കറണ്ട് സിറ്റുവേഷനിലുള്ള ഒരു ഇവൻ്റ് എടുക്കാം. ഏതൊരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാലും അവിടെ എന്താണ്, അവിടുത്തെ വർക്കേഴ്സിൻ്റെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനും അല്ലെങ്കിൽ അവരുടെ നീഡ്സും മറ്റുമൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് അവിടെ എല്ലാം യൂണിയനുകൾ ഉണ്ടായിരിക്കും, അല്ലെ, തൊഴിലാളി യൂണിയനുകൾ ഉണ്ടായിരിക്കും. സോ അപ്പോൾ അവിടെ അതുപോലെ എല്ലാ ഓർഗനൈസേഷൻസിലും ഉണ്ട്. അപ്പം ഈ വർക്കിംഗ് ക്ലാസ്സും ക്യാപിറ്റലിസ്റ്റും, അത് ഏത് സൊസൈറ്റി എടുത്തു കഴിഞ്ഞാലും ഈവൻ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അവിടെ ഒരു മുതലാളി വർഗവും ഒരു തൊഴിലാളി വർഗവും ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ എന്താണ്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന സൂപ്പർ ഓർഡിനേറ്റ് സബോർഡിനേറ്റ് പ്രശ്നങ്ങൾ, അതായത് മുതലാളിയും തൊഴിലാളിയും തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിന് ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ സഹായിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്താണ്, ഈ ഇൻഇക്വാളിറ്റീസിനെ ഒരു പരിധിക്ക് സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് അല്ലെങ്കിൽ എക്കണോമിക് ബേസിസിൽ നിന്നും ഇൻഇക്വാളിറ്റീസിനെ മാറ്റി നിർത്തുന്നതിന് പൊളിറ്റിക്സ് അങ്ങനെയാണ് സഹായിക്കുന്നത്. അതുപോലെ തന്നെയാണ് എംപ്ലോയ്മെൻറ്റ് പോലുള്ളത്, ട്രേഡ്, അല്ലെ, ട്രേഡുകൾക്ക് പോലും ഒരു സാധനം കയറ്റുമതി ഇറക്കുമതിയൊക്കെ ചെയ്യുന്നതിന് അല്ലെങ്കിൽ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഒക്കെ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് ജനറലി പൊളിറ്റിക്കൽ എക്കണോമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമ്മൾ പറഞ്ഞു കാൾ മാർക്സ് ഇതിനൊരു ക്രിട്ടിക്കാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിച്ച ചോദ്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞാൽ, എങ്ങനെയാണ് പൊളിറ്റിക്സ് എക്കണോമിക് ഫാക്ടേഴ്സ് ആയിട്ട് അൺഎംപ്ലോയ്മെന്റ് അതുപോലെ തന്നെ എന്താണ് ട്രേഡ് ഇതിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവിലൂടെ അദ്ദേഹം റൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഇതിൽ ഇദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുവരെ എക്സിസ്റ്റഡ് ആയിരുന്ന എക്കണോമിസ്റ്റുകളെ എല്ലാവരെയും ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ജനറലി എല്ലാ എക്കണോമിസ്റ്റുകളും സംസാരിക്കുന്നത് പ്രൊഡക്ഷനെ കുറിച്ചാണ്. ഓക്കെ, അതിന്റെ മീൻസിനെ കുറിച്ചും മോഡ്സിനെ കുറിച്ചും. അതിനകത്ത് ഇൻവോൾവ് ആവുന്ന പല ഹ്യൂമൻ റിലേഷൻസിനെ കുറിച്ചും ആരും തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ മനുഷ്യർ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒന്നും അഡ്രസ്സ് ചെയ്യാനായിട്ട് പല എക്കണോമിസ്റ്റുകളും തയ്യാറായിരുന്നില്ല. എന്നാൽ കാൾ മാർക്സ് എന്താണ് ശ്രമിച്ചത്, അദ്ദേഹം ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ഒരു എക്കണോമിക് പെർസ്പെക്റ്റീവിലുള്ള ഹ്യൂമൻ റിലേഷൻസ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ എക്കണോമിക് പെർസ്പെക്റ്റീവിൽ പറഞ്ഞപ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്നവർക്ക് ഒരു വിരുദ്ധത അല്ലെങ്കിൽ ഒരു ക്രിട്ടിക് എന്ന നിലയിൽ ആദ്യത്തെ പോയിന്റ് ആയിരുന്നു ഇത്. അപ്പോൾ എന്താണ്, അതുവരെ ഉണ്ടായിരുന്ന എക്കണോമിസ്റ്റുകൾ ആരും തന്നെ എന്ത് ചെയ്തിരുന്നില്ല, മനുഷ്യരുമായിട്ടുള്ള ഒരു പ്രോഡക്റ്റും ഒരു മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നില്ല. അവരെല്ലാവരും ഉണ്ടാക്കുന്ന പ്രോഫിറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ എക്കണോമിക് ലോസിനെ കുറിച്ച് അതിൻ്റെ ഒരു രീതിക്ക് സംസാരിക്കുമ്പോൾ ഇതിനകത്ത് ഇൻവോൾവ് ആവുന്ന വർക്കേഴ്സിൻ്റെയും അതുപോലെ തന്നെ എൻ്റെ ഓണേഴ്സിൻ്റെയും റിലേഷൻസിനെ കുറിച്ചാണ് കാൾ മാർക്സ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് ക്രിറ്റിസിസം. ഇനി അതുപോലെ തന്നെ എന്താണ്, എല്ലാ സൊസൈറ്റീസിലും ഈ ഒരു ക്യാപിറ്റലിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് ഒരു മുതലാളിത്ത വർഗത്തിൻ്റെ എന്താണ് ഒരു മേൽക്കോയ്മ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാൾ മാർക്സ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഹ്യൂമൻ റിലേഷൻസിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളത്. ആൻഡ് അവിടെ പൊതുവെ എല്ലാ എക്കണോമിസ്റ്റുകളും കൺസിഡർ ചെയ്യുന്ന വർക്കിംഗ് ക്ലാസ്സിനെ മാത്രമാണ്. എന്നാൽ ഒരു സൊസൈറ്റി എടുത്ത് കഴിഞ്ഞാൽ അവിടെ വർക്കിംഗ് ക്ലാസ് മാത്രമാണോ ഉള്ളത്, ബെഗേഴ്സ് ഉണ്ടായിരിക്കും, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. സോ അവരെ രണ്ടുപേരെയും ഈ ഒരു എക്കണോമിസ്റ്റുകൾ പലപ്പോഴും കൺസിഡർ ചെയ്തിട്ടില്ല. അവരെന്ന് പറയുന്നത് ഈ ഒരു സ്ഫിയറിന് പുറത്താണ് എന്നുള്ളതും കാൾ മാർക്സിന് ഒരു ക്രിറ്റിസിസം ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി അദ്ദേഹം പറയുന്നുണ്ട് എന്താണ്, ഒരു പ്രോഡക്റ്റിൽ ഹ്യൂമൻ റിലേഷൻസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഏലിനേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റ് ഈ യൂണിറ്റിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇപ്പോൾ ഇദ്ദേഹം പറയുന്നു, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി വിടുമ്പോഴത്തേക്കും അതിലൊരു ക്യാപിറ്റലിസ്റ്റ് റിലേഷനാണ് വരുന്നത്. അതായത് എന്താണ്, കുറച്ച് ആൾക്കാരുടെ കയ്യിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു വസ്തു നിർമ്മിക്കാനായിട്ടുള്ള എന്താണ് മെഷീൻ പവേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. എന്നാൽ ഇത് രണ്ടും ഒരാളിൻ്റെ കയ്യിൽ ഇരുന്നത് കൊണ്ട് മാത്രം അതൊരു പ്രോഡക്റ്റ് ആയിട്ട്
പ്രോഡക്റ്റ് നമുക്ക് കിട്ടണം എന്നില്ല. അതൊരു പ്രോഡക്റ്റ് ആവണമെങ്കിൽ അവിടെ നമുക്ക് ആര് വേണം? ലേബേഴ്സ് വേണം. അപ്പോൾ അതാണ് ഒരു പ്രൊഡക്ഷനിലുള്ള എന്താണ് മോഡ്സ് ആൻഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇങ്ങനെ മനുഷ്യനും ഒരു പ്രോഡക്റ്റും തമ്മിൽ ഇങ്ങനെ ഒരു റിലേഷൻ, ഒരു ടൈപ്പ് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കാൾ മാർക്സ് ഐഡന്റിഫൈ ചെയ്തിരുന്നു. എന്നാൽ ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ലാഭത്തിന് വേണ്ടി പലപ്പോഴും ലേബർ പവറിനെ മിസ്യൂസ് ചെയ്യുകയാണ് ക്യാപിറ്റലിസ്റ്റുകൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ബൂർഷ്വാസീസ് ചെയ്യുന്നത് എന്നാണ് കാൾ മാർക്സ് പറഞ്ഞത്. അതായത് അവർക്ക് ലാഭം ഉണ്ടാവുക, അതിലൂടെ എന്ത് ചെയ്യുക, അവരുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുക. എന്നാൽ അറ്റ് ദ സെയിം ടൈം വർക്കേഴ്സിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പലപ്പോഴും പല എക്കണോമിസ്റ്റുകളും അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു കാൾ മാർക്സ് ഈ ഒരു അദ്ദേഹത്തിൻ്റെ എക്കണോമിക് പെർസ്പെക്റ്റീവിലൂടെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ഇപ്പോൾ ഒരു വസ്തു ഉണ്ടാക്കുമ്പോൾ എന്താണ്, അതിൽ നിന്നും ഭൂരിഭാഗം എമൗണ്ടും ഇവർക്ക് ലാഭമായിട്ട് പോകുന്നുണ്ട്. ആർക്ക്? നമ്മുടെ ക്യാപിറ്റലിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ബൂർഷ്വാസീസിന്. എന്നാൽ പ്രൊലിറ്ററേറ്റ് അഥവാ വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്ന ഡിസ്ക്രിമിനേഷൻ ഫീൽ ചെയ്യുന്നവരും അതുപോലെ ഈ ലാഭത്തിൻ്റെ ഒരു 1/3 പോലും വേജസ് ആയി കിട്ടാത്തവരുമാണ് എന്നുള്ളതാണ് കാൾ മാർക്സ് പറയുന്നത്. അപ്പോൾ അവിടെ എക്സ്പ്ലോയിറ്റേഷൻ ആണ് സംഭവിക്കുന്നത്. എല്ലാ എക്കണോമിയിലും ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഏത് എക്കണോമി എടുത്തു കഴിഞ്ഞാലും അവിടെ എല്ലാം ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ലേബേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഡിസ്ക്രിമിനേഷന് വിധേയരാകുന്നവരാണ്, അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന പ്രോബ്ലംസ് പലപ്പോഴും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല, ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ എക്കണോമിക് പെർസ്പെക്റ്റീവിൽ പറയുന്നത്. അതുപോലെ തന്നെ ഡേവിഡ് റിക്കാർഡോയുടെയും ആഡം സ്മിത്തിൻ്റെയൊക്കെ ഒട്ടേറെ വർക്ക്സ് അദ്ദേഹത്തെ പൊളിറ്റിക്കൽ എക്കണോമിക് പെർസ്പെക്റ്റീവിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഈ ലേബർ തിയറീസിനെ കുറിച്ച്, അല്ലെങ്കിൽ ലേബർ വാല്യൂസിനെ കുറിച്ചൊക്കെ ഒട്ടേറെ തിയറീസ് ഡേവിഡ് റിക്കാർഡോയും മറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എക്കണോമിക്സിൽ വരുന്ന കോൺസെപ്റ്റുകളാണ്. സോ അത് നമുക്ക് അത്രയും ഡെപ്തായിട്ട് അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണ്, അപ്പോൾ അങ്ങനെയുള്ള കുറച്ചധികം തിയറീസ് കാൾ മാർക്സ് ഇൻഫ്ലുവൻസ്ഡ് ആണ്. അതിൽ നിന്നുമാണ് അദ്ദേഹം സർപ്ലസ് വാല്യൂ, അതുപോലെ തന്നെ എന്താണ് എക്സ്ചേഞ്ച് വാല്യൂ, ഇങ്ങനെയുള്ള ചില ഫോർമുലേഷൻസ് അല്ലെങ്കിൽ എന്താണ് കൺസെപ്റ്റുകൾ കാൾ മാർക്സ് ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ സർപ്ലസ് വാല്യൂ എന്ന് പറയുന്ന തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബർ വാല്യൂ തിയറിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ സർപ്ലസ് വാല്യൂവിൽ പ്രധാനമായിട്ടും അവർ മെൻഷൻ ചെയ്യുന്നത് എന്താണ്, ഒരു സാധനം, ഇപ്പോൾ ഒരു 100 രൂപയുടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ വിപണിയിൽ ഇറക്കുന്നു. ആ പ്രോഡക്റ്റ് നമ്മൾ വിപണിയിൽ ഇറക്കുന്ന സമയത്ത് ഒരുപക്ഷെ 10 രൂപയായിരിക്കാം അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസിന് വേണ്ടി പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ മെഷീൻ പവേഴ്സിനോ എല്ലാത്തിനോടെയൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു 10 രൂപയായിട്ടുണ്ടായിരിക്കാം. അതിൽ ലേബറിന് കൊടുക്കുന്ന ലേബറിൻ്റെ വേജ് എന്ന് പറയുന്നത് 10 രൂപയായിരിക്കാം. സോ 20 രൂപ മാത്രമേ അവിടെ ആർക്ക് ചിലവ് വരുന്നുള്ളൂ? നമ്മുടെ ക്യാപിറ്റലിസ്റ്റിന് അല്ലെങ്കിൽ ബൂർഷ്വാസിക്ക് ചിലവ് വരുന്നുള്ളൂ. ബാക്കി 80 രൂപ എന്ന് പറയുന്നത് അയാളുടെ ലാഭവിഹിതമാണ്. അപ്പോൾ ഈ ലാഭവിഹിതം ആർക്ക് പോകുന്നു? ക്യാപിറ്റലിസ്റ്റിനാണ് പോകുന്നത്. അതിൽ വർക്കിംഗ് ക്ലാസ്സിന് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇങ്ങനെ എക്കണോമിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പല എക്കണോമിസ്റ്റുകളും ഇതിനെയാണ് അഡ്രസ്സ് ചെയ്യാതെ പോയത്. അതായത് ഹ്യൂമൻ റിലേഷൻസ് പ്രൊഡക്ഷനിൽ എങ്ങനെ ബാധിക്കുന്നു. അപ്പോൾ ഇതിനെ അഡ്രസ്സ് ചെയ്യുക അല്ലെങ്കിൽ ഇതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുക എന്നതാണ് കാൾ മാർക്സിൻ്റെ പൊളിറ്റിക്കൽ എക്കണോമിക് പെർസ്പെക്റ്റീവിനകത്ത് അദ്ദേഹം പറയുന്നത്. പല എക്കണോമിസ്റ്റുകളും അഡ്രസ്സ് ചെയ്യാതെ പോയ മറ്റൊരു പ്രശ്നമായിരുന്നു ക്ലാസ് ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്താണ്, നമ്മുടെ ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ കൂടുതലായിട്ടുള്ളതാണ് ക്ലാസ് ഡിവിഷൻ. പല പല ക്ലാസ്സുകൾ, വർക്കിംഗ് ക്ലാസ് വരുന്നുണ്ട്, ആൻഡ് അതുപോലെ തന്നെ അവരുടെ ക്യാപിറ്റൽ ഓൺ ചെയ്യുന്ന ഒരു ഗ്രൂപ്പും വരുന്നുണ്ട്. അപ്പോൾ ആ അത്തരത്തിലുള്ള ക്ലാസ് ഡിസ്ക്രിമിനേഷനെ കുറിച്ചോ അല്ലെങ്കിൽ ക്ലാസ് ഡിവിഷനുകളെ കുറിച്ചോ ഈ പൊളിറ്റിക്കൽ എക്കണോമിയിൽ അഡ്രസ്സ് ചെയ്തിരുന്നില്ല. അപ്പോൾ കാൾ മാർക്സ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു വേജിനും പ്രോഫിറ്റിനും വേണ്ടിയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റുകളാണ് കാൾ മാർക്സിൻ്റെ പൊളിറ്റിക്കൽ എക്കണോമിക് പെർസ്പെക്റ്റീവിനകത്ത് നടക്കുന്നത്. അതായത് വർക്കിംഗ് ക്ലാസിൻ്റെയും പ്രൊലിറ്ററേറ്റിൻ്റെയും വേജിനും പ്രോഫിറ്റിനും വേണ്ടിയിട്ടുള്ള ഒരു ഒരു കോൺഫ്ലിക്റ്റ്, അതാണ് ഇദ്ദേഹം അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ മറ്റ് പലരും പറയാൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ കാൾ മാർക്സ് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ എക്കണോമിയിലൂടെ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. അതുവരെ എക്സിസ്റ്റഡ് ആയിരുന്ന പല എക്കണോമിക് കണ്ടീഷൻസിനും അല്ലെങ്കിൽ പല പെർസ്പെക്റ്റീവ്സിനും ക്രിട്ടിക് അല്ലെങ്കിൽ വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ വിമർശനാത്മകമായിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് കാൾ മാർക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത്? ഹ്യൂമൻ റിലേഷൻസിനെ കുറിച്ച് പല എക്കണോമിസ്റ്റുകളും പരിഗണിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷനിൽ മനുഷ്യൻ ഇൻവോൾവ് ആണ് എന്നുള്ളതിനെ കുറിച്ച് കാണാതെ അതിൻ്റെ ലാഭത്തെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ട്രേഡിങ്, മാർക്കറ്റിംഗ് അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലായിരുന്നു അന്നത്തെ എക്കണോമിക് പെർസ്പെക്റ്റീവുകൾ നിലനിന്നിരുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഇതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് വേറൊരു രീതിയിലാണ് എന്നുള്ളൊരു ആശയമാണ് കാൾ മാർക്സ് പറഞ്ഞത്. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ക്യാപിറ്റലിസ്റ്റുകളും തമ്മിലുള്ള റിലേഷൻസ്, അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണ്, സൊസൈറ്റിയിൽ അതുകൊണ്ടുണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് ക്ലാസ് റിലേഷൻസ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ക്ലാസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവുന്നത്, ഇത്തരം കോൺസെപ്റ്റുകളാണ് കാൾ മാർക്സിൻ്റെ പൊളിറ്റിക്കൽ എക്കണോമിയിൽ പറയുന്നത്. അതോടൊപ്പം അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഡേവിഡ് റിക്കാർഡോയും അതുപോലെ തന്നെ ആഡം സ്മിത്തും. അവരുടെ തിയറീസ്, ലേബർ തിയറീസ് ഒക്കെയാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് കടമെടുത്തിട്ട് സർപ്ലസ് വാല്യൂ തിയറിയും എക്സ്ചേഞ്ച് വാല്യൂ ആയിട്ടും
പർച്ചേസ് വാല്യൂ ആയിട്ടൊക്കെ അദ്ദേഹം കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ ഇത്രയാണ് പൊളിറ്റിക്കൽ എക്കണോമിക് പെർസ്പെക്റ്റീവിൽ കാൾ മാർക്സ് പറയും. അടുത്തതായിട്ട് നമ്മൾ എന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് കാൾ മാർക്സിന്റെ മെറ്റീരിയലിസ്റ്റിക് പെർസ്പെക്റ്റീവ്. മെറ്റീരിയലിസ്റ്റിക് പെർസ്പെക്റ്റീവിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഐഡിയലിസ്റ്റിക് പെർസ്പെക്റ്റീവ് എന്താണെന്നുള്ളത്. നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞു മാർക്സിലല്ല ഹെഗലിയൻ ഇൻഫ്ലുവൻസ് എത്രത്തോളമാണ്, ഐഡിയലിസം എന്താണെന്നുള്ളതിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു കുഞ്ഞ് ഷോർട്ട് ആയിട്ടൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ എന്താണ് ഐഡിയലിസം എന്ന് പറയുന്നത്? ദേ ഗീവ് പ്രോമിനൻസ് ടു സ്പിരിച്വൽ ലൈഫ്, അല്ലെ, അവർക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ലൈഫിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ആത്മീയമായിട്ടുള്ള ജീവിതങ്ങൾക്ക്. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം, ഐഡിയലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് മൈൻഡാണ്. അവർ ആശയങ്ങൾക്കാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഈ ഐഡിയലിസ്റ്റുകൾ എന്നറിയപ്പെടുന്നത് നമ്മുടെ സോക്രട്ടീസും അതുപോലെ തന്നെ പ്ലേറ്റോയും നമ്മുടെ ഹെഗലും അതിനോടൊപ്പം ഇമ്മാനുവൽ കാന്റും ഇങ്ങനെ വരുന്ന കുറച്ചധികം ഫിലോസഫേഴ്സും അതോടൊപ്പം തന്നെ കുറച്ചധികം തിയറിസ്റ്റുകളും ഒക്കെ ചേർന്നിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഐഡിയലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐഡിയലിസത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു അവരെന്താണ് ആശയങ്ങൾക്കാണ് പ്രാധാന്യങ്ങൾ കൂടുതലായിട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യന്റെ സോൾ എന്ന് പറയുന്നത് ഇമ്മോർട്ടൽ ആണ്, അങ്ങനെയുള്ള കോൺസെപ്റ്റുകളിലാണ് അവർ വിശ്വസിച്ചത്. മനുഷ്യന്റെ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല എന്നൊക്കെയുള്ള കുറച്ചും കൂടി വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ആശയങ്ങൾക്ക് കൂടുതൽ മൂല്യം കൊടുത്തിരുന്ന ആൾക്കാരായിരുന്നു ഐഡിയലിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കാൾ മാർക്സിലുള്ള ഹെഗലിന്റെ ഇൻഫ്ലുവൻസ് തന്നെയാണ്. അപ്പോൾ ഈ ഐഡിയലിസത്തിൽ നിന്നും ഒരു റിജക്ഷൻ ആയിട്ടാണ് നമ്മുടെ കാൾ മാർക്സ് വരുന്നത്. ആ റിജക്ഷൻ ആണ് മെറ്റീരിയലിസം എന്ന് പറയുന്നത്. ആശയങ്ങൾക്ക് പകരമായിട്ട് ഒബ്ജക്റ്റുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വന്ന ഒരു കോൺസെപ്റ്റ് ആണ് കാൾ മാർക്സിന്റെ മെറ്റീരിയലിസ്റ്റിക് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഓൺലൈൻ ക്ലാസ്സുകളുടെ കാര്യം. അതായത് മനസ്സിലൊരു ആശയം ഇരുന്നത് കൊണ്ട് മാത്രം അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയണമെന്ന് ഇല്ല. അവിടെ നമുക്ക് വേണ്ടത് എന്താണ്? മെറ്റീരിയൽസ് ആണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒബ്ജക്റ്റുകൾക്കാണ് കൂടുതലായിട്ട് കാൾ മാർക്സ് പ്രാധാന്യം കൊടുക്കുന്നത്. അതിനെയാണ് മാറ്റർ, അതുകൊണ്ടാണ് മെറ്റീരിയലിസ്റ്റിക് പെർസ്പെക്റ്റീവ് എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നത്. മെറ്റീരിയലിസം എല്ലാത്തിനും ഒരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ആണ് കൊടുക്കുന്നത്. ഈവൻ റിലീജിയന് പോലും ഒരു ശാസ്ത്രീയമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ശ്രമിക്കുന്ന ഒന്നാണ് മെറ്റീരിയലിസ്റ്റിക് പെർസ്പെക്റ്റീവ്. എന്നാൽ ഐഡിയലിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ നമുക്ക് ഐഡിയോളജീസ് ആണ്. അപ്പോൾ അതിനൊരു സയൻറ്റിഫിക് ആയിട്ട് നമുക്ക് ഒന്നിനെയും അപ്രോച്ച് ചെയ്യാനായിട്ട് കഴിയില്ല. എന്നാൽ മെറ്റീരിയലിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ നമ്മൾ പറഞ്ഞു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ആണ് കൊടുക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും ഒരത്തരത്തിൽ ശാസ്ത്രീയമായിട്ടുള്ള നിർവചനങ്ങളാണ് കാണുന്നത്. മതം ഉൾപ്പെടെയുള്ള എല്ലാത്തിലും നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഐഡിയലിസത്തിന് എഗെയിൻസ്റ്റ്, വിരുദ്ധമാണ് മെറ്റീരിയലിസ്റ്റിക് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. കാര്യം നമ്മൾ പറഞ്ഞു മൈൻഡിനും സ്പിരിറ്റിനും അല്ല പ്രോമിനൻസ്. ഇവിടെ വരുമ്പോഴത്തേക്കും ഒബ്ജക്റ്റുകൾക്ക് അല്ലെങ്കിൽ മാറ്ററിനാണ് മെറ്റീരിയലിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള മെറ്റീരിയലിസം ആണുള്ളത്: ഫിലോസഫിക്കൽ മെറ്റീരിയലിസം, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം ആൻഡ് സയന്റിഫിക് മെറ്റീരിയലിസം. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസത്തെ കുറിച്ചാണ്. കാൾ മാർക്സ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസത്തെ കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ഹിസ്റ്ററിയെയാണ് അദ്ദേഹം ട്രേസ് ചെയ്യുന്നത്. ഇവല്യൂഷൻ ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി, അതായത് ആദ്യമ മനുഷ്യനിൽ നിന്നും നിവർന്നു നടക്കാൻ പാകത്തിലുള്ള മനുഷ്യനിലേക്ക് എത്തി എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. പകരം പ്രൊഡക്ഷൻ എങ്ങനെയാണ് അന്നത്തെ കാലത്തിൽ നിന്നും ഇങ്ങോട്ട് പതിയെ പതിയെ ഡെവലപ്പായി വന്നത് എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിനകത്ത് ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. അത് അടുത്ത ടോപ്പിക്കാണ്, മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ പല മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ഉണ്ടായിരുന്നു. അതായത് പണ്ട് കാലത്ത് പ്രിമിറ്റീവ് സൊസൈറ്റിയിൽ എല്ലാവരും സ്വയം അവർക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ. അതായത് ഒരു ക്ലാസ് ഇല്ല, അല്ലെ, എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഹണ്ടേഴ്സും ഗ്യാദറേഴ്സും ആയിരുന്നു. അല്ലെങ്കിൽ എല്ലാവരും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതെല്ലാവർക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു പൈസ കൊടുത്ത് വാങ്ങിക്കുക, പർച്ചേസ് ചെയ്യുക എന്നുള്ള ഒരു തോട്ടൊന്നും ആൾക്കാരിൽ ഉണ്ടായിരുന്നില്ല. ഒരു ക്ലാസ് ഇല്ല എന്നുള്ളൊരു രീതിയിലായിരുന്നു പ്രിമിറ്റീവ് സൊസൈറ്റി. കുറച്ചുകൂടി വന്നപ്പോഴത്തേക്കും അതെന്താ മാറി, ഏഷ്യാറ്റിക് മോഡായിട്ട് മാറി. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. അപ്പം അതിനകത്ത് ഒരു ഫ്യൂഡൽ സിസ്റ്റം വന്നു, ക്യാപിറ്റലിസം വന്നു അല്ലെ, മുതലാളി വർഗം വന്നും തൊഴിലാളി വർഗം വന്നും, ലാൻഡ് ലോഡിസം, സെർഫുകൾ വന്നു. അപ്പം അങ്ങനെ പല പല ഡെവലപ്മെന്റൽ സ്റ്റേജസിലൂടെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു ക്യാപിറ്റലിസത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ള ഒരു രീതിക്ക് പറയുന്നതുകൊണ്ടാണ് അതിനെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഹ്യൂമൻ ഹിസ്റ്ററി ട്രേസ് ചെയ്യുന്നത് കൊണ്ടാണ് ഹിസ്റ്റോറിക്കൽ എന്ന് വിളിക്കുന്നത്. മെറ്റീരിയലിസം എന്ന് വിളിക്കാനായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽ ബേസിസിലുണ്ടായ ചേഞ്ചസിനെ കുറിച്ച്. പണ്ട് നമ്മൾ കലപ്പ കൊണ്ട് കൃഷി ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് എന്തുണ്ട്, ട്രാക്ടർ ഉണ്ട്. അപ്പം മെറ്റീരിയൽസിലും എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മനുഷ്യൻ്റെ ഓരോ കാലഘട്ടത്തിലുള്ള ചേഞ്ചസ് മെറ്റീരിയൽ ആയിട്ടായാലും അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കലായിട്ട് അവരുടെ ഇവല്യൂഷൻ അല്ല ആ ഒരു ചേഞ്ചസിൽ വന്നിട്ടുള്ള ഒരു കോൺസീക്വൻസിനെ വെച്ചിട്ടുമാണ് അദ്ദേഹം ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് വിളിച്ചത്.
ഇനി ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസത്തിൽ അദ്ദേഹം പ്രധാനമായിട്ടും 3 ലോസ് അല്ലെങ്കിൽ ഒരു ജനറൽ ഐഡിയാസ് ആണ് നമ്മുടെ കാൾ മാർക്സ് പറയുന്നത്. ഒന്ന്, എക്കണോമിക് സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. എന്താണ്? എക്കണോമിക് സ്ട്രക്ചർ ഓഫ് സൊസൈറ്റി ഈസ് ദ ഇമ്പോർട്ടൻറ്റ് വൺ. അതായത് അതിനകത്ത് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ ആണ് പറയുന്നത്. റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത യൂണിറ്റിൽ വരുന്ന കാര്യമാണ്. അതായത് ഒരു വസ്തു പ്രൊഡ്യൂസ് ചെയ്യുമ്പം എന്താണ്, മാൻ പവർ വേണം, മെഷീൻ പവർ വേണം, ഇതെല്ലാം കൂടി ചേർന്നിട്ട് മാത്രമേ എന്താകത്തുള്ളൂ, ഒരു പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ വരുള്ളൂ. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു എക്കണോമിക് സ്ട്രക്ചറാണ് അതിനെല്ലാത്തിലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സമൂഹത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്ന എക്കണോമിക് സ്ട്രക്ചറാണ്. ഒരു വസ്തു നമ്മുടെ കയ്യിൽ ഇരുന്നത് കൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. അതിനൊരു റോ മെറ്റീരിയൽ കയ്യിലുണ്ടെന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റ് ആണെന്നില്ല. അതിൽ ഒരു കല്ലാണെങ്കിൽ പോലും അതൊരു ശിലയായി മാറണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ആർട്ടിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു എന്താണ് അയാളുടെ ഒരു കരകൗശല വിദ്യ അതിൽ പ്രകടിപ്പിച്ചാൽ മാത്രമേ അതിനെ നമുക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്താണ്? എക്കണോമിക് സ്ട്രക്ചർ, അതായത് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. അതൊരു റോ മെറ്റീരിയൽ മാത്രം പോരാ, അവിടെ എന്ത് വേണം, ലേബർ പവറും വേണം. അതായത് ലേബേഴ്സ് തമ്മിലും ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ജനറൽ ഐഡിയ ആണ് അദ്ദേഹം പറയുന്നത്, എക്കണോമി ഡിറ്റർമിൻസ് പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചർ ഇൻ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് വേണ്ടുന്ന സംസ്കാരം, അതുപോലെ നമുക്ക് വേണ്ടുന്ന രാഷ്ട്രീയ ബോധം, ഇതെല്ലാം തീരുമാനിക്കുന്നത് എക്കണോമിക്സ് ആണ്. അതായത് പലതരത്തിലുള്ള കൾച്ചറിലൂടെ കടന്നു വന്നിട്ടുള്ളവരല്ലേ നമ്മളെന്ന് പറയുന്നത്, പല ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്നവരാണ്. അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്, എപ്പോഴും നമ്മുടെ എക്കണോമി ആയിരിക്കും. അതായത് ഇപ്പോൾ എന്താണ്, പല ടൈപ്സ് ഓഫ് സൊസൈറ്റീസ് ഉണ്ട്. അതിലിപ്പോൾ നമുക്ക് എടുക്കാം, ഒരു ഫ്യൂഡൽ സൊസൈറ്റി എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ് നടക്കുന്നത്, മാടമ്പിത്വമാണ് അല്ലേ. അതിനകത്ത് ലാൻഡ് എല്ലാം കുറേ ഓൺ ചെയ്യുന്ന ഒരാളുണ്ടായിരിക്കും, അയാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന എന്താണ് കുറച്ച് ലാൻഡ് ലോണിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ലേബേഴ്സും ഉണ്ടായിരിക്കും. അപ്പോൾ അവിടുത്തെ കൾച്ചർ എന്താണ്, ഒരാളെല്ലാം കംപ്ലീറ്റ് പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നു, കുറച്ചധികം ആൾക്കാർ ഇയാളുടെ കീഴിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് അന്നത്തെ ആ ഒരു ഫോം ഓഫ് എക്കണോമിയിൽ അവരുടെ കൾച്ചർ എന്ന് പറയുന്നത് അതാണ്, ഒരു ലാൻഡ് ലോഡിസം ആണ് കൾച്ചർ എന്ന് പറയുന്നത്. അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നതും എന്താണ്, ഇങ്ങനെയാണ്. അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്താണ്, കുറച്ച് ആൾക്കാർ ഓൺ ചെയ്യുന്ന ഒരു ഹൈ ക്ലാസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു റൂളിംഗ് അതോറിറ്റി എപ്പോഴും അവരുടെ കീഴിലായിരിക്കും. അവർ പറയുന്നത് എന്താണോ അതായിരിക്കില്ലേ ശരി, അതിൻ്റെ കീഴിലുള്ളവർ അവരെ ഒബൈ ചെയ്ത് ജീവിക്കുന്നു. അപ്പം എക്കണോമിയാണ് എന്ത് തീരുമാനിക്കുന്നത്, പൊളിറ്റിക്കലും കൾച്ചറലുമായിട്ടുള്ള കാര്യങ്ങളെ ഡിറ്റർമിൻ ചെയ്യുന്നത്. മൂന്നാമത് പറയുന്നതാണ്, ഇൻസ്റ്റെഡ് ഓഫ് ഐഡിയാസ് എക്കണോമിക് സ്ട്രക്ചർ ഡിറ്റർമിൻസ് പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ സൂപ്പർ സ്ട്രക്ചർ. അപ്പോൾ നമ്മുടെ ഒരു ലീഗൽ സൂപ്പർ സ്ട്രക്ചർ എങ്ങനെ വേണം, പൊളിറ്റിക്കൽ സൂപ്പർ സ്ട്രക്ചർ എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുന്നതും നമ്മുടെ എക്കണോമിയാണ്. ആശയങ്ങളല്ല, എക്കണോമിയാണ് അത് തീരുമാനിക്കുന്നത്. ലീഗൽ ഫോർമുലേഷൻസ്, നിയമങ്ങളൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെ പലതരത്തിലുള്ള നിയമങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെന്തെങ്കിലും ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്? അല്ല. ആശയങ്ങൾ മാത്രമല്ല, റിയൽ ലൈഫ് കോൺസിക്വൻസസ് കണ്ടതുകൊണ്ടല്ലേ അതിനെല്ലാം എന്താണ് മാറ്റണമെങ്കിൽ ഇത്തരത്തിലുള്ള നിയമങ്ങൾ വേണമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞതും അതിനെ പ്രാവർത്തികമാക്കുന്നത്. അപ്പം അത്തരത്തിൽ എക്കണോമിക് ബേസിസ് ആണ് ലീഗൽ സൂപ്പർ സ്ട്രക്ചറിനെയും അതുപോലെ തന്നെ പൊളിറ്റിക്സിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഈ 3 ജനറൽ ഐഡിയാസ് ആണ് നമ്മുടെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസത്തിനകത്ത് കാൾ മാർക്സിന് പറയാനായിട്ട് ഉണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്, കാൾ മാർക്സിന്റെ ഇന്റലക്ച്വൽ ഇൻഫ്ലുവൻസസിനെ കുറിച്ച് അല്ലേ. എന്താണ്, ഒരു എക്കണോമിസ്റ്റ് എന്ന നിലയിൽ നിന്നും ഒരു റവല്യൂഷണറി മാർക്സിലേക്ക് അദ്ദേഹം എങ്ങനെ എത്തിപ്പെട്ടു, അതിന് അദ്ദേഹത്തെ സഹായിച്ചിട്ടുള്ള കോൺസെപ്റ്റുകളും തിയറിസ്റ്റുകളും ഒക്കെ ആരൊക്കെയാണ് എന്നുള്ള കൺസെപ്റ്റുകളാണ് നമ്മൾ ആദ്യം സംസാരിച്ചത്. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് പൊളിറ്റിക്കൽ എക്കണോമിക് പെർസ്പെക്റ്റീവ്. അതായത് എന്താണ്, നമുക്കറിയാം പല എക്കണോമിസ്റ്റുകളും പലതരത്തിലുള്ള പൊളിറ്റിക്കൽ എക്കണോമിക് പെർസ്പെക്റ്റീവ്സിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലും കാൾ മാർക്സ് അതിൻ്റെ എല്ലാത്തിനെയും ഒരു ക്രിട്ടിക് എന്ന നിലയിലാണ് വന്നത്. അപ്പോൾ അദ്ദേഹം വിട്ടുപോയിട്ടുള്ള പല എക്കണോമിസ്റ്റുകളും വിട്ടുപോയിട്ടുള്ള പല കാര്യങ്ങളും കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചതായിരുന്നു കാൾ മാർക്സിന്റെ പൊളിറ്റിക്കൽ എക്കണോമിക് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. എന്താണ്, ഒരു ഹ്യൂമൻ റിലേഷൻസിനെ അല്ലെങ്കിൽ ഒരു ക്ലാസ് റിലേഷനെയൊക്കെ പാടെ ഒഴിവാക്കി എന്താണ് ട്രൂലി എക്കണോമിക് പെർസ്പെക്റ്റീവിൽ മാത്രം സംസാരിച്ചിരുന്ന ആൾക്കാരായിരുന്നു അതുവരെ ഉണ്ടായിരുന്നെങ്കിൽ മാർക്സ് വന്നിട്ട് എന്ത് ചെയ്തു, ഹ്യൂമൻ റിലേഷനെ കൂടി ഈ പൊളിറ്റിക്കൽ എക്കണോമിക് പെർസ്പെക്റ്റീവിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്തത്. അതിനുശേഷം നമ്മൾ പറഞ്ഞു എന്താണ് അദ്ദേഹത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതായത് എങ്ങനെയാണ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു മാൻ്റെ ഇവല്യൂഷനെ കുറിച്ചും അതിൽ നിന്നുണ്ടാവുന്ന എന്താണ് ഡെവലപ്മെൻറ്റുകൾ, ചേഞ്ചസ്, അതെങ്ങനെ എക്കണോമിയെ ബാധിക്കുന്നു, അതിനകത്തുള്ള ഹെഗലിയൻ
ഇൻഫ്ലുവൻസ് എന്തൊക്കെയാണ്, ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് പ്രൊഡക്ഷനെ അതെങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളായിരുന്നു നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് മീൻസ്, മോഡ്സ് ആൻഡ് റിലേഷൻസ്, ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷനും അതിനോടൊപ്പം തന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ് റിലേഷൻസ് ആൻഡ് ക്ലാസ് സബോർഡിനേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതും ഉള്ള വരുന്നൊരു കോൺസെപ്റ്റാണ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അതോടൊപ്പം തിയറി ഓഫ് ഏലിനേഷൻ ഇങ്ങനെ ഒരു കൺസെപ്റ്റുമാണ് വരുന്നത്. അത് ഒരു പാർട്ട് 3 ആയിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റുകളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. സോ പാർട്ട് 3 ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ താങ്ക് യു.